ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിയുടെ LDC LGS 2024 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഫുള്ള് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും. 20 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. ഇപ്പോൾ കേരളമാണ്, ഇന്ത്യ കഴിഞ്ഞു, അതിൻ്റെ ഒരു എക്സാം കഴിഞ്ഞു. ഇനി കേരളം ഈ വീഡിയോ കൂടാതെ ഒന്നോ രണ്ടോ വീഡിയോ കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ, കലാകായിക രംഗം, അതുപോലെ തന്നെ അവാർഡുകൾ തുടങ്ങിയ എല്ലാം തന്നെ കവർ ചെയ്യും. 2023 കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആൾറെഡി 4 വീഡിയോകൾ കഴിഞ്ഞു. ഇത് 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലവും, എന്നാൽ സ്കൂൾ കായിക മേളയ്ക്ക് വേദിയായ ജില്ല തൃശ്ശൂരുമാണ്. കലോത്സവ വേദി കൊല്ലമാണ്, പക്ഷേ സ്കൂൾ കായിക മേളയ്ക്ക് വേദിയായ ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. കേരളീയം അല്ലെ, 2023 നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് നടന്ന കേരളീയം. ആ കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരിയാണ്. അപ്പൊ കേരളീയത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരി. ഓർത്തു വെക്കുക എങ്ങനെയാണ്? കേരളീയം 2023 ലോഗോ ആണ്. ആ ലോഗോ ബോസ് കൃഷ്ണമാചാരിയാണ്. അവിടെ നമുക്കറിയാം കേരളത്തിലെ ആചാരത്തിന്റെ രൂപങ്ങൾ, പല ആചാരത്തിന്റെ രൂപങ്ങളും അവിടെ എന്ത് ചെയ്യുന്നു, പ്രദർശിപ്പിച്ചിരുന്നു. അതുപോലെ കേരളത്തിലെ ആചാരങ്ങളെക്കുറിച്ച് വിവരിച്ചിരുന്നു. മാത്രമല്ല നവകേരളവുമായി ബന്ധപ്പെട്ട അല്ലേ. അപ്പോൾ നവകേരളം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൃഷ്ണൻ എപ്പോഴും പുതുതായിട്ടാണ് ഇരിക്കുന്നത്, എപ്പോഴും ഒരു ചെറുപ്പക്കാരനായിട്ടാണ്, അങ്ങനെ ആലോചിക്കുക. അപ്പൊ കൃഷ്ണമാചാരി, ബോസ് കൃഷ്ണമാചാരിയാണ് കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത്. തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. നവംബർ 1 മുതൽ 7 വരെയാണ് കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ 7 വരെയാണ് കേരളീയം ആഘോഷിച്ചത്. തകഴി ചെറുകഥ പുരസ്കാരം, അതിനർഹമായ കൃതി പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്. അപ്പൊ തകഴി, പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ സുധീർ കുമാർ. ഓർത്തു വയ്ക്കുക എങ്ങനെയാണ്? പെലുണ്ട്, മറഡോണുണ്ട്, ഇവരൊക്കെ ധീരന്മാരായ ആളുകളായിരുന്നു അല്ലേ. വളരെ മോശം അവസ്ഥയിൽ നിന്ന് വന്ന് ധീരന്മാരായി ജീവിതത്തിൽ മുന്നേറിയവരാണ്. പിന്നെ പന്ത് തട്ടി കളിക്കുമ്പോഴും നല്ല ധീരത വേണം. അപ്പൊ തകഴിയാണ്, തകഴി ചെറുകഥാ പുരസ്കാരമാണ്. തകഴിയെ എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടു പോകും? തഴുകുക എന്നോർത്തു വയ്ക്കുക. പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ പന്ത് ഇങ്ങനെ തഴുകുകയാണ് അവര്, അങ്ങനെ ആലോചിക്കുക. പന്ത് തട്ടിയിട്ട് ഇങ്ങനെ തഴുകുകയാണ് ധീരന്മാരായ അവർ. അങ്ങനത്തെ ഒരു ചിത്രം മനസ്സിൽ വെച്ച് നോക്കൂ. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ്, നമുക്കറിയാം എറണാകുളത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായി അല്ലേ. അത് ബ്രഹ്മപുരം പ്ലാന്റിലാണ്. അതെവിടെയാണ്? എറണാകുളം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യം മിഷൻ സേഫ് ബ്രീത്ത്, അവിടെ ശ്വാസം മുട്ടുകയായിരുന്നു നഗരത്തിന്. അപ്പൊ അവിടെ മിഷൻ സേഫ് ബ്രീത്ത് നമുക്ക് നന്നായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അല്ലേ. മിഷൻ സേഫ് ബ്രീത്ത്. കൊച്ചി നഗരത്തിൽ നിന്ന് 17 കിലോമീറ്റർ അകലെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ ബ്രഹ്മപുരത്താണ്. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ ബ്രഹ്മപുരത്താണ്. കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 110 ഏക്കർ സ്ഥലത്താണ് ബ്രഹ്മപുരത്തെ മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 2023 മാർച്ച് 2 തീ പടർന്നത്. മാർച്ച് മാസത്തിലാണ് അല്ലേ. നല്ല ബ്രഹ്മപുരം മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഒരു പ്ലാസ്റ്റിക് ബോംബ് രൂപപ്പെട്ടിട്ട് ഒരുപാട് കാലമായി. അവിടുത്തെ മാലിന്യങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളൊക്കെ അങ്ങനെ കൊണ്ടിട്ടിട്ട് കേരള ഹൈക്കോടതി അവിടെ സ്വമേധയാ കേസെടുത്തു. പൗരന്മാരുടെ അവകാശ സംരക്ഷകർ എന്ന നിലയിലാണ് ബ്രഹ്മപുരം വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തതെന്ന് ഹൈക്കോടതി പറഞ്ഞു. പൗരന്മാരുടെ അവകാശ സംരക്ഷകർ. അപ്പൊ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ആ ദൗത്യത്തിന്റെ പേരെന്താണ്? മിഷൻ സേഫ് ബ്രീത്ത്, ബ്രഹ്മപുരം പ്ലാന്റ്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന, ആലപ്പുഴ. അപ്പൊ നമുക്കറിയാം ശിശു എന്ന് പറഞ്ഞാൽ ചെറുതാണ്.
അപ്പൊ ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതാണ്, ചെറുതന. ആലപ്പുഴയിലാണ്. എങ്ങനെയാ ആലപ്പുഴ എന്ന് പറയാ? ആലപ്പുഴ ചെറിയ ജില്ലയാണ്, അതും കൂടി ആലോചിച്ച് നോക്കൂ. അപ്പൊ ചെറുതന, ചെറുത്, ആലപ്പുഴ ശിശു സൗഹൃദ പഞ്ചായത്ത്. അപ്പൊ ശിശു, ചെറുത്, ചെറുതന, ചെറിയ ചെറുതന എന്നുള്ളത് ചെറിയ എന്നുണ്ട്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ആലപ്പുഴയിലാണ് ഈ ചെറുതന. തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചെക്സ് 23 സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? തിരുവനന്തപുരത്താണ്, പാങ്ങോടാണ്. പാങ്ങോട് ഫ്രിഞ്ചെക്സ് 23. ഫ്രിഞ്ചെക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആരൊക്കെ ഉണ്ട് അതിൽ? ഫ്രഞ്ച്, ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ. ഇതിനു മുന്നേ പഠിച്ച, നമ്മുടെ ഇന്ത്യയിൽ പഠിച്ചതാണെന്നും കൂടി നോക്കാം. കോപ്പ് ഇന്ത്യ ആരൊക്കെ തമ്മിലുള്ള വ്യോമാഭ്യാസമായിരുന്നു? ഇന്ത്യയും അമേരിക്കയും. അഫൻഡിക്സ് ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയും ആഫ്രിക്കയും. കൊങ്കൺ 2023 ഇതേ നമുക്ക് ആ വാക്കിലൂടെ ഓർമ്മിക്കാൻ പറ്റാത്തതുള്ളൂ, അത് ഇന്ത്യയും ഇംഗ്ലണ്ടുമാണ്. അഫിൻഡെക്സിൽ ആഫ്രിക്ക ഉണ്ട്, ഇന്ത്യ ഉണ്ട് അല്ലേ? കോപ്പ് ഇന്ത്യയിൽ അമേരിക്ക ഇല്ല, പക്ഷേ കോപ്പ അമേരിക്ക അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കപ്പാണല്ലേ. അമേരിക്കയിലെങ്കിലും വടക്കേ അമേരിക്കയിലൊക്കെ ഉള്ള വലിയൊരു കപ്പിന്റെ പേരാണിത്, കോപ്പ അമേരിക്ക ഫുട്ബോൾ കപ്പാണ്. അപ്പൊ അത് ഓർത്തു വെച്ചാൽ കിട്ടും. അപ്പൊ 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ്? കൊല്ലത്താണ്. 2023-24 വർഷത്തെ സ്കൂൾ കായികമേള നടന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരിയാണ്. തകഴി, നോക്കൂ ഓർമ്മയിൽ വരില്ലേ? തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ ധീരന്മാരാണല്ലേ. സുധീരൻ, സുധീർ കുമാറാണ്. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ബ്രഹ്മപുരം പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യം ഏതാണ്? അത് നമുക്കറിയാം, മിഷൻ സേഫ് ബ്രീത്ത് ആണ്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് അപ്പൊ ചെറുതാണ്, ചെറുതന ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചെക്സ് 23 സംയുക്ത സൈനികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ. ഫ്രഞ്ച് എന്നുള്ളത് അവിടെ തന്നെ വരുന്നുണ്ട്. ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയാണ്. സംവിധാനം ജയരാജാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ചെറുകഥയാണ്. അദ്ദേഹത്തിന്റെ ടി പത്മനാഭന്റെ. അപ്പൊ പ്രകാശം പരത്തുന്ന പെൺകുട്ടി നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ ആലോചിക്കുക, ജയരാജ് ഒരു പെൺകുട്ടിയെ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ നാട്ടില് ജയരാജ് ആരെ കാണാൻ പോവുകയാണ്? ഒരു പെൺകുട്ടിയെ കാണാൻ പോവുകയാണ്. അപ്പൊ ആ പെൺകുട്ടി അവിടെ എന്താണ്? അവിടെ ആകെ ഇരുട്ടാണ്. പെട്ടെന്ന് അവളൊരു ലൈറ്റൊക്കെ കത്തിച്ചു വെച്ച് അയാൾക്കൊരു ടീ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ജയരാജ്. പ്രസിഡന്റ്സ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസൈല്, തോക്ക് ഇതൊക്കെ പരിശീലിപ്പിക്കുന്ന സ്കൂൾ. പ്രീമിയർ ഗണ്ണറി സ്കൂൾ കൊച്ചിയിലാണ്. INS ദ്രോണാചാര്യ. നമുക്കറിയാലോ ദ്രോണാചാര്യ, ദ്രോണൻ എന്ന് പറയുന്നത് വലിയൊരു പണ്ടത്തെ കൗരവരെയും പാണ്ഡവരെയും വിദ്യ അഭ്യസിപ്പിച്ച വലിയ ഗുരുവാണ്, ട്രെയിനറാണ്. INS ദ്രോണാചാര്യ കൊച്ചിയിലാണ്. പ്രസിഡന്റ്സ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാറാണ്. അല്ലെ, കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. അപ്പൊ നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ടതും പെരിയാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഇന്ദ്ര ആണ്. സൗരോർജ ക്രൂയിസർ ആണ്. ഇപ്പൊ രാജ്യത്തെ ആദ്യത്തെ സോളാർ ക്രൂയിസർ ഇന്ദ്രയാണ്. ആദ്യത്തെ അതായത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ് ഇത് ഒഴുകി നടക്കുക. ജലഗതാഗത വകുപ്പിനായി നിർമ്മിച്ച ബോട്ടാണ്. ബോട്ട് പൂർണ്ണമായും ടൂറിസത്തിനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പേരെന്താണ്? ഇന്ദ്ര. ആദ്യത്തെ സൗരോർജ ക്രൂയിസർ. നമുക്കറിയാം സൗരോർജം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള വെളിച്ചമാണ്. സൂര്യൻ പകൽ എപ്പോഴാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണാത്തത്? മഴക്കാലത്താണ്. മഴയുടെ ദൈവം കൂടിയാണ് ആര്? ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ നേരെ വിപരീതമാണെങ്കിലും ഇന്ദ്രൻ സൗരോർജം, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സൂര്യൻ ഇല്ലാത്ത നമ്മൾ ആകാശം പകൽ തന്നെ മൂടിക്കെട്ടി നിൽക്കുന്നത് മഴക്കാലത്താണ്. മഴയുടെ ദൈവം ആരാണ്? ഇന്ദ്രനാണ്. അപ്പൊ ഇന്ദ്രൻ മാറിയാലാണ് ഇതൊക്കെ സഹായിക്കുള്ളൂ. അപ്പൊ സൗരോർജ ക്രൂയിസർ.
രാജ്യത്തെ ആദ്യത്തെ സോളാർ ക്രൂയിസർ അപ്പോൾ ഇന്ദ്രയാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതല്ല, ഇന്ദ്രയല്ല, അത് സൂര്യാംശു ആണ്. എളുപ്പത്തിൽ ഓർക്കാം അല്ലേ, സൂര്യാംശു. അപ്പൊ സൂര്യൻ, സൂര്യാംശു. കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. എന്നാൽ സൗരോർജ ക്രൂയിസർ മഴ, ഇന്ദ്ര. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത്, നിങ്ങൾക്കറിയാലോ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഒരു പടമുണ്ടല്ലേ, ഇടുക്കി ഗോൾഡ്. അപ്പൊ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള, ആളുകളെ കാന്തം പോലെ ആകർഷിക്കുന്ന കാന്തല്ലൂർ. കാരണം അവിടെ ഗോൾഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകാനുള്ള കാരണം അവിടെ ധാരാളം ഗോൾഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇടുക്കി ഗോൾഡ് ഓർക്കുക. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ടൂറിസം വില്ലേജിനുള്ള അവാർഡ് നേടിയത്. അപ്പൊ ടി പത്മനാഭന്റെ സിനിമയാക്കിയ ചെറുകഥ ഏതാണ്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പ്രസിഡന്റിന്റെ കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ ഏതാണ്? INS ദ്രോണാചാര്യ. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ്? പെരിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഏതാണ്? ഇന്ദ്ര. കേരളത്തിലെ ആദ്യത്തെ വിനോദസഞ്ചാര ബോട്ട് പക്ഷേ സൂര്യാംശു ആണ്. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഏതാണ്? അത് കാന്തല്ലൂർ, ഇടുക്കിയാണ്. 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരാണ് രചന. അല്ലെ, കുടുംബശ്രീയുടെ ചരിത്രം രചിക്കുകയാണ് രചന. നമ്മൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്, മറന്നു പോകണ്ട. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിന് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം എന്നുള്ള പദ്ധതി. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം എന്തായിരുന്നു? അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ്? തൃശ്ശൂരാണ്. ഒന്നാമതെത്തിയത് ആരാണ്? കാസർഗോഡാണ്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ഏതാണ്? റേഡിയോശ്രീ. കേരളത്തിൽ കുടുംബശ്രീ ദിനം ഏതാണ്? മെയ് 17. 1998 മെയ് 17 ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നവകിരണം. വനഭൂമിയിൽ താമസിക്കുന്നവരാണല്ലോ ആദിവാസി അപ്പുറത്തുള്ള ഇതര ജനവിഭാഗങ്ങൾ. ആദിവാസി വിഭാഗങ്ങൾ അവിടെയാണ്. ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരധിവസിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് നവകിരണം. അവരെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കാരണം കാട് ആദിവാസികൾക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ പലരും അവിടെ കുടിയേറിയിട്ടുണ്ട്. അവരെ പുനരധിവസിക്കാനുള്ള പദ്ധതിയാണ് നവകിരണം. പുതിയൊരു കിരണമാണ്, അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രതീക്ഷയാണ്. അവരെ നാട്ടിലേക്ക് തന്നെ ഇറക്കി കൊണ്ടുവരികയാണ് നവകിരണം. കേരളത്തിൽ അംഗൻവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അംഗൻജ്യോതി. അംഗനവാടികളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി. അത് ഊർജം എന്ന് പറഞ്ഞാൽ എപ്പോഴും വെളിച്ചമാണ് അല്ലെ, വെളിച്ചം ഊർജമാണ്, ഒരു ഊർജ്ജരൂപമാണ്. അപ്പോൾ അംഗൻവാടിയിലെ അംഗൻജ്യോതി. അംഗൻവാടികളിൽ പരമ്പരാഗത ഇന്ധനത്തിന് പകരം ഇലക്ട്രിക് സ്റ്റൗകൾ, BLDC ഫാനുകൾ, LED ട്യൂബുകൾ തുടങ്ങിയവ ലഭ്യമാക്കുന്നതോടൊപ്പം സൗരോർജ്ജ നിലയം കാർബൺ രഹിത ഊർജ്ജ ലഭ്യത ഉറപ്പുവരുത്തും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില്ല്. ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണെന്ത്? മാരിവില്ല്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ട്രാൻസ്ജെൻഡേഴ്സിന് അവർക്ക് കല്യാണം കഴിക്കണം എന്നുണ്ട് വിചാരിക്കുക. അപ്പൊ അവർക്ക് തൊഴിൽ കിട്ടണം അല്ലേ? അപ്പൊ ആ തൊഴിൽ കിട്ടണമെങ്കിൽ തൊഴിൽ കിട്ടിയാലേ മാരേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി മാരിവില്ല്, എന്നിട്ട് ഒരു വില്ലയും സംഘടിപ്പിക്കണം അവർക്ക്. മാരിവില്ല്. ഓക്കെ. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില്ല്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് കുട്ടിയോദ്ധാവ്. സംവിധാനം കലന്തൻ ബഷീറാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കറപ്ഷൻ ഫോഴ്സ്, ആന്റി കറപ്ഷൻ ഫോഴ്സ്, കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് കുട്ടിയോദ്ധാവ്. സംവിധാനം കലന്തൻ ബഷീർ. കുട്ടികൾ ഒരു പോലീസുകാരനായി മാറാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമുറ സ്വീകരിക്കുകയാണെന്ന് ഓർത്തു വെച്ചാൽ മതി.
അപ്പൊ കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണ്. അതുപോലെ മറ്റൊരു ചിത്രമാണ് നിഷിദ്ധോ. അത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് നിഷിദ്ധോ നിർമ്മിച്ചത്. ഇത് കുട്ടി യോദ്ധാവ്, മറ്റേ നിഷിദ്ധോ. കാനഡയിലെ ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2022 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് നിഷിദ്ധോ ആണ്. താര രാമാനുജനാണ്. നമ്മളിത് മുന്നേ പഠിച്ചതാണ്. നമ്മൾ ഫിലിംസുമായി ബന്ധപ്പെട്ട മാത്രം ഒരു കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട സിനിമകൾ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയത്, രാജ്യത്ത് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമകൾ, അന്താരാഷ്ട്ര ഇന്ത്യൻ സിനിമകളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. അതിൽപ്പെട്ടൊന്നാണ് നിഷിദ്ധോ. അതിന് ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കാനഡയിൽ നിന്ന് നേടിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം താര രാമാനുജനാണ്. കേരള സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യ സിനിമയുമാണ് നിഷിദ്ധോ. സ്ത്രീകൾക്ക് പലതും നിഷേധിച്ചിട്ടുണ്ടല്ലേ, ആ വാക്ക് ഓർത്തു വെച്ചാൽ മതി, നിഷിദ്ധോ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ ഇടുക്കിയാണ്. ആദ്യം പാലക്കാടായിരുന്നു, ഇപ്പൊ പാലക്കാട് രണ്ടാമത്തെ വലിയ ജില്ലയായി. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിനെ കുറച്ചു ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തിട്ടാണ്. വെറുതെ അല്ല ഇടുക്കി വലുതായത്. ഇടുക്കി ഓർത്തു വയ്ക്കാൻ എളുപ്പ, ഇടുങ്ങിയ സ്ഥലം ഇടുക്കി, അത് വലിയ ജില്ല. ആരാ അവിടേക്ക് ചേർത്തത്? എറണാകുളം ജില്ലയിൽ നിന്നും കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് സ്ഥലം, കുട്ടൻ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, ഒരു ചെറിയ പുഴയിലെ കുറച്ച് സ്ഥലം ആണ് കൊടുത്തു. എവിടേക്കാ കൊടുത്തത്? ഇടുക്കിയിലേക്ക്. ഇടമലക്കുടി. ഇടുക്കിയിൽ ഒരുപാട് മല ഉണ്ട് എന്നറിയാം. ആ ഇടമല കുടി എന്ന് പറഞ്ഞാൽ എന്താ? വീട്. ഇടുക്കിയിലെ വീട്ടിലേക്ക് ഈ കുട്ടനെ കൊണ്ടുപോയിട്ടാണ് കൊണ്ടുപോയി. എവിടെയുള്ള കുട്ടനെ? എറണാകുളത്തുള്ള കുട്ടനെ പുഴയിൽ കൂടി കടത്തിയിട്ടാണ് കൊണ്ടുപോയത്. ഇടുക്കിയിൽ ധാരാളം മലകളുണ്ടല്ലോ. ആ മലകളുള്ള സ്ഥലത്തേക്ക് എറണാകുളത്തെ ഒരു കുട്ടനെ പുഴ കടത്തി കൊണ്ടുപോയി. അവനും കൂടി ചേർന്നപ്പോ ഇടുക്കി വലിയ ജില്ലയായി മാറി. അപ്പൊ കുട്ടമ്പുഴ എറണാകുളം ജില്ലയിൽ നിന്നും അതിൽ നിന്ന് കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമുളക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. പാലക്കാട് ജില്ല ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. അപ്പൊ അവിടെ ഓർക്കുക, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ചെറുത് ചെറുതന, ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴയിലാണ്. ഇപ്പോൾ 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരെന്താണ്? രചന. കുടുംബശ്രീയുടെ റേഡിയോ ഏതാണ്? റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ ബാലസംഘത്തിന് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പരിശീലനം നടത്തുന്ന പരിപാടിക്ക് പേരെന്താണ്? സജ്ജം. കുടുംബശ്രീ ദിനം ഏതാണ്? മെയ് 17. അംഗൻവാടികൾക്ക് ഊർജ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഏതാണ്? അംഗൻ ജ്യോതി. വനഭൂമിയിൽ താമസിക്കുന്ന ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരെന്താണ്? നവകിരണം. കേരളത്തിലെ അംഗൻവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അംഗൻ ജ്യോതി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയുടെ പേരെന്താണ്? ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു തൊഴിൽ കിട്ടിയിട്ട് വേണം ഒരു മാരേജ് നടത്താൻ. ഒരു മാരേജ് നടത്തുമ്പോൾ അവർക്ക് ഒരു വില്ലയും വേണം. അതിനാണ് തൊഴിൽ പരിശീലനം എന്ന് വിചാരിക്കുക. അപ്പം മാരി വില്ല്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? കുട്ടി യോദ്ധാവ്. അപ്പോൾ കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ചത് കുട്ടി യോദ്ധാവ്. അതേസമയം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച സിനിമ നിഷിദ്ധോ. കാനഡയിലെ ഒട്ടാവ ഫിലിം ഫെസ്റ്റിവലിൽ അത് 1ാം സ്ഥാനം നേടി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇപ്പോൾ ഇടുക്കി അല്ലെ? 2ാമത്തെ സ്ഥാനമാണ് പാലക്കാടിന്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. എങ്ങനെ ഇടുക്കി ആയത്? എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് സ്ഥലം ഇടമലക്കുടിയിലേക്ക് ചേർത്തു. ഇടുക്കിയിലെ കുട്ടൻ പുഴ കടന്ന് ഇടുക്കിയിലെ മലയിൽ ഒരു കുടി വെച്ചു. ഓക്കെ, ഇടമലക്കുടി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളമാണ്. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം, കാഴ്ച പരിമിതർക്കായി പ്രത്യേകം ലഭ്യമായ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങളിലാണ് പുരസ്കാരം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 ആണ്. ഷൈൻ ചെയ്യാണ് ഇപ്പോൾ വിഴിഞ്ഞം അല്ലേ? അവിടെ ഷൈൻ ചെയ്യുകയാണ്.
ഗംഭീരമായിട്ട് ഷൈൻ ചെയ്യാണ്. അപ്പൊ ഷെൻഹുവ 15. വിഴിഞ്ഞം. എന്താണ് വിഴിഞ്ഞം? കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായ വിഴിഞ്ഞത്ത് അറബിക്കടലിൽ നിർമ്മാണം നടന്നു വരുന്ന തുറമുഖമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖം. ഇതാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം തീരത്ത് നിന്നും 1 നോട്ടിക്കൽ മൈൽ അകലം വരെ ആണ്. 1 നോട്ടിക്കൽ മൈൽ അകലം പോയാൽ അന്താരാഷ്ട്ര എന്തുണ്ട്? തുറമുഖമുണ്ട്. അല്ല, അന്താരാഷ്ട്ര കപ്പൽ പാതയുണ്ട്. 24 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. ഇതൊക്കെ ഈ തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. അതായത് 1 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാതയുണ്ട്. സ്വാഭാവികമായി തന്നെ ഇതിന് 24 മീറ്റർ ആഴമുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് പദ്ധതിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി. നമ്മളിതൊക്കെ വിഴിഞ്ഞം തുറമുഖം പദ്ധതിയെക്കുറിച്ച് ഇപ്പൊ ഷാൻഹുവ വന്നു എന്ന് മാത്രമല്ല, ഷാൻഹുവ 15 ചൈനയിൽ നിന്ന് വന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ വിഴിഞ്ഞത്തെക്കുറിച്ച് ഒരു ധാരണയൊക്കെ വേണം. കാരണം ഇതൊക്കെ ഇപ്പൊ കറണ്ടായി നിൽക്കുന്ന കാര്യങ്ങൾ. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അതിന് എത്ര ആഴമുണ്ട്? സ്വാഭാവിക ആഴം 24 മീറ്റർ ആഴമാണ്. 1 നോട്ടിക്കൽ മൈൽ അകലെ ആണ് അതിന്റെ അന്താരാഷ്ട്ര കപ്പൽ പാത. ഇതൊക്കെ ചിലപ്പോൾ ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളായി വരാം. എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാധാന്യം? 1 നോട്ടിക്കൽ മൈൽ അകലെയാണ് അതിന്റെ അന്താരാഷ്ട്ര കപ്പൽ പാത. സ്വാഭാവിക തന്നെ ആഴം 24 മീറ്റർ ഉണ്ട്. പദ്ധതി നടപ്പിലായാൽ ഭാരതത്തിന്റെ മറ്റ് വൻ തുറമുഖങ്ങളിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനാകുമെന്ന് കരുതപ്പെടുന്നു. വിഴിഞ്ഞത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാത കടന്നുപോകുന്നു. രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം. രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം. മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ട് എന്നും അറിയപ്പെടാറുണ്ട്. എന്താ മദർ പോർട്ട് എന്ന് പറഞ്ഞാൽ 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ. ഇവയ്ക്ക് 350-450 മീറ്റർ നീളമുണ്ടാവും. ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം 16-20 മീറ്റർ താഴ്ചയിലാവും. ഇവിടെ 24 മീറ്റർ താഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ 20-24 മീറ്റർ പ്രകൃതിദത്തമായി വിഴിഞ്ഞം തുറമുഖത്തിന് ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകളെ സുരക്ഷിതമായി അടുപ്പിക്കാനാകും. അതുകൊണ്ടാണ് ഇതിനെ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നറിയപ്പെടുന്നത്. ടൂറിസം രംഗത്ത് വൻതോതിലുള്ള വികസനം കൊണ്ടുവരാൻ വിഴിഞ്ഞത്തിനാവുമെന്ന് സർക്കാർ കണക്കാക്കുന്നു. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. കോ ബാങ്ക് എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ കോ ബാങ്ക്. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. കേരള ബാങ്കാണ്, കോ ബാങ്കാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണെന്ത്? കെടാവിളക്ക്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നേടിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് ആരാണ്? കേരളമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15 ആണ്. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കോ ബാങ്ക്. OBC 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ്? കെടാവിളക്ക്. ഓക്കെ, അപ്പോൾ ഇനി 1-2 ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ കേരളം കഴിയും. അത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം നടത്താം. ഇതുവരെ നടന്ന കേരളത്തിലെ കറണ്ട് അഫയേഴ്സിൽ നിന്നും പിന്നീട് നമുക്ക് ഇന്ത്യയും കേരളവും ഒന്നിച്ച് ഒരു കറണ്ട് അഫയേഴ്സ് എക്സാം നടത്താം. ഇത് കഴിഞ്ഞ് നമുക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്തിലെ നേട്ടങ്ങൾ, അത് കഴിഞ്ഞാൽ മറ്റിപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും അവാർഡുകൾ, അതുപോലെ തന്നെ കലാരംഗം, കായിക രംഗം, ഇതൊക്കെ തന്നെ ഇതിൽ കവർ ചെയ്യും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.